സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നമസ്കാരം. ശ്രീസൂക്ത പൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിൻ്റെ യാഗവിശകലനം നടത്തുകയായിരുന്നു നമ്മൾ. ഇത് 14ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. നമ്മൾ വരവിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. അതിൽ പ്രമുഖമായിട്ടുള്ളത് വഴിപാടുകൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ്. അവിടെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന നോട്ടീസ് അനുസരിച്ച് എല്ലാ വഴിപാടുകളും ഒരാൾ നടത്തുകയാണ് 3600 രൂപ വേണ്ടിവരും. അപ്പോൾ അയാൾക്ക് ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നു. 70കളിലാണ് ഞാൻ തിരുവനന്തപുരത്താണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് താമസിക്കുന്നവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് അവിടെ എല്ലാ വൈകുന്നേരങ്ങളിലും പ്രമുഖരായിട്ടുള്ള പ്രസംഗകരുടെയും പിന്നെ പ്രമുഖമായിട്ടുള്ള കലാപരിപാടികളും ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എന്നുള്ള ആ പങ്ക്തി നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളതിൽ പോകാം. അങ്ങനെ ഒരു ദിവസം ശ്രീ നിത്യ ചൈതന്യേതി അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നു. രാജധാനി ഓഡിറ്റോറിയത്തിലാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ, ക്രൗഡ് പുള്ളറാണ്, ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ മറ്റൊരാളുണ്ടായിരുന്നു, പിന്നെ ഗീത ടീച്ചിങ്സ് നടത്തുന്ന, പേര് മറന്നല്ലോ, ടീച്ചിങ്സ് നടത്തുന്ന, ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സന്ദീപാനന്ദഗിരിയുടെ ക്ലാസ്സുകളിലാണ് ആളുകൾ കൂടുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ആളുകൾ നിൽക്കുമ്പോൾ യതി സ്റ്റേജിലേക്ക് വന്നു. സ്റ്റേജിലേക്ക് വന്നിട്ട് അദ്ദേഹം തുടങ്ങുകയാണ്. ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ഒരു ലിസ്റ്റ് വായിച്ചു. അത് ശിവഗിരിയിൽ ശാരദാമഠത്തിൽ വെച്ചിരിക്കുന്ന വഴിപാടുകളുടെ വിവരങ്ങളാണ്. അദ്ദേഹം വഴിപാടുകളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: വഴിപാടുകൾ നടത്തി ആരെങ്കിലും എന്തെങ്കിലും നേടാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയായ കാര്യമല്ല, നടക്കുകയുമില്ല. രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് വരുന്നത്. തുടർന്ന് ഓരോ ഐറ്റമായിട്ട് അദ്ദേഹം വിളിക്കുന്നു, വായിക്കുന്നു. ഇതൊക്കെ ഇക്കാലത്തും പിന്തുടരുന്നു എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിന് ഭൂഷണമല്ല എന്ന് പറഞ്ഞിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയാണ് ചെയ്തത്. തുടക്കം ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ നിത്യചൈതന്യയെ പോലെ വളരെ ഉയർന്ന ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഇവർ പറയുന്നത് ചില പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുകയാണെങ്കിൽ ഒന്ന് ജീവിത വിജയം ഉണ്ടാകും, കാര്യസിദ്ധി ഉണ്ടാകും. വെറും 100 രൂപയ്ക്കാണ് ഈ സർവകാര്യസിദ്ധി കിട്ടുന്നത്. ഗൃഹൈശ്വര്യം ഉണ്ടാകും, അഷ്ടൈശ്വര്യം ഉണ്ടാകും, ധനാഗമനം ഉണ്ടാകും, നവഗ്രഹശാന്തി, തടസ്സ നിവാരണം, ഉദ്ദിഷ്ടകാര്യസിദ്ധി, ഭൂമിലാഭം, മംഗല്യസിദ്ധി, പിന്നെ സന്താനഭാഗ്യം, തൊഴിലഭിവൃദ്ധി, സർവകാര്യപ്രാപ്തി, വിദ്യയ്ക്ക് ദുരിത നിവാരണം, ഐശ്വര്യം, ദുരിത നിവാരണം, ദാമ്പത്യ വിജയം എന്നിങ്ങനെ കുറേ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതിലേറ്റവും ഇതെല്ലാം ഉണ്ടാകുമോ? അതിനെന്താണ് ഇത് ഇങ്ങനെ ഒരു പൂജ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങേർക്ക് അങ്ങനെ ഒരു കാര്യം ലഭ്യമാകുമോ എന്ന് ഇവരെങ്ങനെയാണ് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നത്? അത് ചോദ്യമല്ലേ. ഇന്ത്യൻ ഭരണഘടന പോലും ശാസ്ത്രീയമായ ചിന്താഗതി വളർത്തണം,
എന്ന് നമ്മളോട് പറയുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം മാത്രം ഇവർ പരിശോധിച്ചാൽ മതി. അതെന്താണെന്ന് വെച്ചെന്നാൽ, പിന്നെ 11ാമത്തെ ഐറ്റമായ സൗഭാഗ്യ ലക്ഷ്മി സന്താന ഗോപാല പൂജ, അത് 250 രൂപ കൊടുത്ത് നടത്തുകയാണെങ്കിൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നാണ് കമ്മിറ്റി അവകാശപ്പെടുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കുകയാണ്, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഈ പൂജ നടത്തിയവരുടെ ലിസ്റ്റൊക്കെ അവിടെ കാണുമല്ലോ. ഇവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുകയാണ് കൃത്യം 10 മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കുട്ടികളുണ്ടായിരിക്കണം. അങ്ങനെ ഒരു പരീക്ഷ അവർക്ക് നടത്താമോ? അവരെല്ലാം വിവരങ്ങൾ അന്വേഷിച്ച് അവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് കാണുന്ന പല ഗൈനക്കോളജിസ്റ്റുകളുടെയും ആവശ്യമില്ലാത്തവരായി മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതുപോലെ നിത്യത്തിൻ്റെ രീതി പറഞ്ഞതുപോലെയാണ്. ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ അതിനെ നമുക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടി വരും. നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ സാമൂഹ്യശാസ്ത്രജ്ഞന്മാർ, നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ, അവരെല്ലാവരും അവരുടെ പണി ഉപേക്ഷിക്കേണ്ടി വരും. ഇതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ എന്താ പറയേണ്ട തട്ടിപ്പായിട്ട് തോന്നിയത്. എന്ന് പറഞ്ഞാൽ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്, ഇന്ന കാര്യം സാധിക്കുക, ഇത്ര രൂപ തന്നാൽ മതി, ഞങ്ങളൊരു അർച്ചന നടത്തും എന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. എൻ്റെ നാട്ടിൽ ഒരു സത്രമല്ല യജ്ഞം നടന്നപ്പോൾ അതിനൊരു പൂജ ഉണ്ടായിരുന്നു. പേന പൂജിച്ച് കൊടുക്കും കുട്ടികൾക്ക്. അപ്പം അങ്ങനെ കൊടുത്താൽ ആ പേന കൊണ്ട് എഴുതുകയാണെങ്കിൽ അത് ജയിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പേന പൂജിച്ച് കൊടുത്തിട്ട് ജയിച്ചവരുടെ വിവരം എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ആരൊക്കെയാണ് പേന പൂജിച്ച് കൊണ്ടുപോയി എഴുതിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതുപോലുള്ളൊരു കാര്യം അവിടെ നടന്നു. അപ്പോൾ ഇത് കൂടുതൽ പേര് ഇങ്ങനെ രസീതെടുത്ത് പണം കൊടുത്ത് ഈ പ്രവർത്തനം നടത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ അർച്ചന നടത്തുന്നതെന്ന് ഞാനവിടെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടറിൽ നിന്നും, വഴിപാട് കൗണ്ടറിൽ നിന്നും ആളുകളുടെ എല്ലാം പേരെഴുതിയ ഒരു ലിസ്റ്റ് നമ്മുടെ പ്രൊഫസറെ ഏൽപ്പിച്ചു. പ്രൊഫസർ ശ്രീ വിമൽ വിജയെ ഏൽപ്പിക്കും. അദ്ദേഹം നേരിട്ട് ചെന്നിരുന്നിട്ടാണ് ഈ ലിസ്റ്റ് വായിച്ച് എന്തോ അർച്ചന നടത്തുന്നത്. നോക്കുക, പെട്ടെന്ന് ഒരു അർച്ചന നടത്തുക. മറ്റു ചിലപ്പോൾ വേറെ ചിലരും ഇരുന്ന് ഇതിങ്ങനെ യാഗശാലയിൽ തന്നെയായിരുന്നു സംഭവം, അങ്ങനെ നടത്തുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു മന്ത്രം നടത്തിയത് കൊണ്ട് നമുക്ക് ഇത് കിട്ടുമെന്ന്? അപ്പോൾ ഇത് വഴിപാട് ഇനത്തിൽ കൂടുതൽ പണം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു എന്താ പറയേണ്ടത്, ഞാൻ മറ്റേ നിത്യചൈതന്യതയുടെ കടമെടുക്കുകയാണ് അദ്ദേഹം. പറഞ്ഞതുപോലെ ഇതൊരു തട്ടിപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവർക്കൊക്കെ എങ്ങനെയാണ് പിൽക്കാലത്ത് ഇത് അഫക്റ്റ് ചെയ്തതെന്ന് ഇവർ തെളിയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊരു കാര്യം അവിടെ നടന്നത്, വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ദിവസം വെച്ചിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ വന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തോ ഒരു പൂജ നടത്തിയാൽ അവരുടെ വിദ്യാഭിവൃദ്ധി ഉണ്ടാകുമെന്നോട് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടന്നതായിട്ട് കണ്ടില്ല. കൂടുതൽ വിദ്യാർത്ഥികൾ വന്നതായിട്ടും കണ്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയണ്ടേ, ഈ വഴിപാടുകളുടെ വിവരം വന്നിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുസ്തകങ്ങളിൽ വായിച്ചതാണ് ഞാൻ പറയുന്നത്. NVP ഉണിത്തരി എന്നൊരാളുണ്ടായിരുന്നു.
ഞാൻ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ആളാണ്, അധ്യാപകനായിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, ഇതുപോലുള്ള യാഗങ്ങളിൽ തന്നെ, യാഗങ്ങൾ പല വിധത്തിലുണ്ടായിരുന്നു. പുരുഷന്മാർ, അതായത് മനുഷ്യരെ തന്നെ ബലിയർപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, മൃഗങ്ങളെ ബലിയർപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, പശുക്കളെ അർപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു, ആടുകളെ അർപ്പിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ നടന്നില്ല. ഇവിടെ നടന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടാവുന്ന കുറേയധികം സാധനങ്ങൾ തീയിടകത്തേക്കിട്ട് കത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനവർ അർച്ചന എന്ന ഓമന പേരിൽ പറയുകയാണ്. എന്തൊക്കെയാണ് അവർ അർച്ചിച്ചതെന്ന് അതിൻ്റെ ലിസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റല്ല, എന്തെല്ലാം സാധനങ്ങളാണ് അതിൻ്റെ അകത്തേക്ക് ഇട്ടതെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യം. ഈ ലിസ്റ്റിൽപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇട്ട് കത്തിക്കുന്നു. എന്ത് പ്രയോജനമുള്ളത്? ഒരു പ്രയോജനമില്ല. പ്രയോജനം ഉണ്ട്, അത് ദൈവം സ്വീകരിക്കുമെന്നാണോ ഇവർ ജനങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? നെയ്യ്, പാല്, പിന്നെ എന്താണ് വസ്ത്രം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ പ്രൊഫസർ ശ്രീ ഡോക്ടർ വിമൽ വിജയ് പറയുന്ന അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് പറയുന്നതാണ്, ഇത് വളരെ അച്ചട്ടായിട്ട് സംഭവിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ഒരു ശരിയായ രീതിയല്ല എന്ന് തോന്നുകയാണ്. ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത്, ടൺ കണക്കിന് വിറക്, അതുപോലെ തന്നെ ടൺ കണക്കിന് പൊതിമടലിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഏണി വെച്ച് ഇറങ്ങിയിട്ടാണ് ആൾ ഇതിൻ്റെ അകത്ത് ഈ ഹോമകുണ്ടത്തിലേക്ക് ഹോമകുണ്ടം കത്തിക്കുന്നത്. എന്നിട്ട് ഇറങ്ങിപ്പോരുകയാണ്, കയറിപ്പോരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അർച്ചിക്കേണ്ട പാലോ നെയ്യോ ഒക്കെ തീ കത്തുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഇടാൻ കഴിയാത്തത് കാരണം ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഉപകരണം വെച്ച് ഒരറ്റത്ത് ഇതൊഴിക്കുകയും മറ്റേ അറ്റത്ത് കൂടി ഇതൊഴുകി കൃത്യം നടുക്ക് വീഴത്തക്ക രീതിയിലുമുള്ളൊരു ഉപകരണവും അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ മനുഷ്യർക്ക് ഉപയോഗപ്രദമായ ഒട്ടേറെ സാധനങ്ങളാണ് ഹോമകുണ്ടത്തിൽ അല്ലെങ്കിൽ യാഗ അഗ്നിയിൽ നിപതിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇങ്ങനെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കത്തിച്ച് കളയുന്നത് ശരിയല്ല എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരുടെ പേരിൽ ലഘുവായിട്ടുള്ള കേസുകളൊക്കെ എടുക്കേണ്ടതാണ്. ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഡോക്ടർമാരും പ്രൊഫസർമാരും ഒക്കെ ഇരുന്ന് ചെയ്യുന്ന പരിപാടിയല്ലേ, അതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഉറക്കം വരാൻ ഞാൻ ഉറങ്ങിപ്പോയി. ഈ വീഡിയോ പറ്റുകയില്ല.